അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട പ്രസന്ന മേഡം തീർച്ചയായിട്ടും മേയർ ആ വേളയിലേക്ക് വരികയാണ്. ഒരുപാട് പറയുവാനും സംസാരിക്കുവാനും വലിയ പരിചയമില്ല. അന്നെങ്കിലും ഈ വേദി ഒരു കൈയടി കൊടുത്തേ, ശക്തമായ ഒരു കൈയടി. എനിക്ക് രാജ്യമൊന്നുമില്ല, എനിക്ക് ഒരു അനുഭവമായിരുന്നു. നേരത്തെ പറഞ്ഞ കഥയാണ്. കയറിക്കിടക്കാൻ വീടില്ലാതെ വന്നപ്പോൾ സ്വന്തം അച്ഛനും അമ്മയൊക്കെ പൊളിച്ചു കളയണം എന്ന് പരാതിയായി ചെന്നപ്പോൾ എന്റെ മോള് പഠിക്കുകയാണ്. എങ്ങുമില്ലാതെ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്നോട് പറഞ്ഞ് അദ്ദേഹം അവിടെ കടന്നോട്ടെ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അത്ര മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. എന്നെ അറിയില്ല, ഞാൻ ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് അറിയില്ല, ഒന്നും അറിയാത്ത ഒരു നാളുണ്ടായിരുന്നു. ഇപ്പോൾ എന്റെ വേദിയിൽ നിൽക്കുന്നത്. അപ്പോൾ ആ മൈക്ക് കൈമാറുവാണ് ആ 2 വാക്കിലേക്ക്. തുടർന്ന് നമ്മൾ ഇന്ന് ഡിസംബർ 20-ലാണ് നമ്മൾ ഇവിടെ തുടക്കം കുറിച്ചത്. RK വെഡിങ് മാൾ നൽകിയ ഒരുപാട് ഉപകാരം ഉണ്ടായിരുന്നു. 5000-ഓളം കുട്ടികൾക്ക് ഒരുപാട് ഉപകാരം നൽകി. സൗജന്യ ക്ലാസ്സിൽ വന്ന കുട്ടികൾക്ക് ജയിച്ചവർക്കും തോറ്റവർക്കും ഒക്കെ കൊടുക്കാൻ കഴിഞ്ഞു. ആ തുടക്കം കുറിക്കാൻ വിളിക്കുവാനും മറ്റ് എല്ലാവരെയും അറിയിപ്പിക്കാനും വൈകിപ്പോയി. അതിന്റെ ഒരു ഉദ്ഘാടനത്തിന്റെ ഭാഗമാണ് ഇന്ന്. നല്ല ദിനം, പുതുവർഷത്തെ വരവേൽക്കാൻ നല്ലൊരു ദിനം എല്ലാവർക്കും പറയുവാനും സന്തോഷിക്കുവാനും നമ്മളെ പ്രിയപ്പെട്ട പ്രസന്ന മേഡം. ബഹുമാനിയായ കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന ഏണസ്റ്റ് അവർ സംസാരിക്കുന്നു. ഇത്രയും സ്നേഹം നിറഞ്ഞ നമ്മുടെ ശില്പി ശ്രീ രാജേന്ദ്ര പ്രസാദ്, നമ്മുടെ സന്നിധരായിട്ടുള്ള ഏറെ ബഹുമാനവും സ്നേഹവും നിറഞ്ഞ മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, നാളെയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള വാത്സല്യനിധികളായിട്ടുള്ള കുഞ്ഞുമക്കളെ, ഞാനൊരു പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് തോന്നുന്നത് ഞാൻ 2010-15 കാലഘട്ടത്തിൽ മേയറായിരുന്നപ്പോൾ, അത് രാജേന്ദ്ര പ്രസാദ് ഓർമ്മയില്ലാത്തതാണ്, അന്നിങ്ങനെ മണൽ ശില്പം ഇത്രയൊന്നും ഗംഭീരമായിട്ടല്ല, ഇങ്ങനെ മണൽ എല്ലാം കൂട്ടി ചില പരിപാടികൾ നടത്തുന്നുണ്ടായിരുന്നു. എനിക്കേറെ സന്തോഷമുണ്ട്. ഇത്തരത്തിലേക്ക് ഒരു മണൽ ശില്പ ഷോ തന്നെ കാണിക്കുന്നതിന് 1 വർഷം പിറക്കാൻ പോവുകയാണ്. 1 വർഷത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ നന്മകളും എല്ലാ ദുഃഖങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇനിയും പുതുമത്സരത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കൊല്ലം കോർപ്പറേഷൻ കൗൺസിലിൻ്റെ മേയർ എന്ന നിലയിലുള്ള എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, രാജേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സഹോദരനെ പോലെ തന്നെയാണ്. ഇപ്പം പറഞ്ഞല്ലോ, ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്ക് ഒരു സ്വന്തമായി ഭൂമിയില്ല. അതിനും തീർച്ചയായും രാജേന്ദ്ര പ്രസാദ് അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലേക്ക് 10,000-ങ്ങളാണ് നമ്മുടെ കോർപ്പറേഷൻ മേഖലയിലുള്ളത്. അവർക്കെല്ലാം ഒരു കൈത്താങ്ങായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്മകൾ നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കളിയാടി വളര വളര ഉയർന്നുവാ കടകളെ നീ ഉടച്ചുവാ ഉയർന്നുവാ ഉടലിനെ നീ ജയിച്ചുവാ. താങ്ക് യു. നല്ല കാര്യം, കൈയോട്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം മണശില്പം ചെയ്യാൻ വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ ഇതേ പാട്ടുകളാണ് പാടിയത്. ഇനി ഞാൻ ചോദിക്കത്തില്ല. തുടക്കുമ്പോൾ ഇവരിങ്ങനെ ക്ലാസ് നടക്കുന്ന ഇടയിലാണ് ശില്പകലയിലേക്ക് കൂടുതലും പ്രയാസമുള്ള കുട്ടികൾ പാടണമെന്ന് ആഗ്രഹിക്കും.
അവർക്ക് ആ സമയം പ്രദീപ് സാറ് വന്ന് കുറച്ച് പാട്ടൊക്കെ പാടി അവരെ സന്തോഷിപ്പിക്കുക. പാട്ടും ശില്പകലയൊക്കെ എല്ലാം കുട്ടികൾക്ക് വരുന്ന പുതുവർഷം പറയാൻ ഒരുപാട് കഥകളായിരിക്കും.